ജൂൺ 4 ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന സുപ്രധാനമായ ഒരു ദിവസത്തിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾ എന്ന് നമുക്ക് പറയാം. ഇവിടെ പ്രധാനമായും തുടക്കത്തിൽ വളരെ വിജയപ്രഖ്യാപനവുമായി നടന്ന BJP ഇന്ന് വളരെ പരുങ്ങലിൽ എത്തിപ്പെട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും എൻ്റെ ഒരു ചെറിയ രാഷ്ട്രീയ ബുദ്ധിയിൽ, എൻ്റെ ഒരു വിലയിരുത്തലിൽ ഇന്ത്യ സഖ്യം കേന്ദ്രഭരണം കരഗതമാക്കും എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി ഗവൺമെൻറ്റിൻ്റെ വിലയിരുത്തൽ നമ്മൾ നടത്തിയാൽ ജനങ്ങളിടയിൽ ഒരു ആവേശത്തിരളക്കം ഉണ്ടാക്കാൻ BJPക്കും മോദി ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണ നേട്ടങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിനുവേണ്ടി വോട്ട് ചോദിക്കാൻ കഴിയുന്ന ഒരു പാറ്റേൺ ജനമധ്യത്തിൽ അവതരിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ രാമക്ഷേത്രവും അതുപോലെ തന്നെ മോദിയെ ഗ്യാരണ്ടിയും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രചരണങ്ങളാണ് അവർ മുന്നിൽ നിർത്തിയത്. മറിച്ച് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദി സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ, അതിനെതിരെ ശക്തമായ പ്രചാരണം, അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് പോലുള്ള അഴിമതികൾ, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്ന അഴിമതികൾ, അതുപോലെ തന്നെ സ്വജനപക്ഷപാതങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ തിരിമറികൾ, ജനാധിപത്യത്തെ തകർക്കുന്ന നടപടികൾ എന്നിങ്ങനെ ശക്തമായ ഒരു പ്രതിപക്ഷ നീക്കമാണ് ഇന്ത്യ മുന്നണി നടത്തിയത്. ഇവിടെ ഇന്ത്യ മുന്നണിയുടെ ശുഭപ്രതീക്ഷ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും വിലയിരുത്തലുകൾ, രാഷ്ട്രീയ ജ്യോത്സ്യന്മാരുടെ വിലയിരുത്തലുകൾ ഒക്കെയായി അവരുടെ ഗ്രാഫ്, ഇന്ത്യ മുന്നണിയുടെ ഗ്രാഫ് ഉയർന്നുയർന്ന് വരികയും 400-ലധികം 400 ബാർ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖം മ്ലാനമാവുകയും അദ്ദേഹത്തിന് വളരെ തരംതാണ നിലയിലുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണങ്ങൾക്ക് വേണ്ടി എത്തിപ്പെടുകയും ചെയ്യേണ്ടി വന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ പ്രതിനിധി എന്നാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്നാണ്. ഓരോന്ന് പറഞ്ഞ് ജനങ്ങളെ വേറൊരു തലത്തിലേക്ക്, പ്രചാരണത്തിൻ്റെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുവാൻ മാത്രമേ മോദിക്കും BJPക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ നന്മകളെയോ ഗവൺമെൻറ്റിൻ്റെ മികവുകളെയോ ജനമധ്യത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് നേരിടുവാൻ മോദി സർക്കാരിനും BJPക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രവുമല്ല, അവർ മിക്കവാറുമൊക്കെ ഈ മിക്ക പ്രദേശങ്ങളിലും ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ പിളർത്തിക്കൊണ്ട്, ജനാധിപത്യ പാർട്ടികളെ പിളർത്തിക്കൊണ്ട് BJPയുടേതായ രാഷ്ട്രീയ കുൽസിത നീക്കം നടത്തി പൊതുജന മധ്യത്തിൽ, പ്രത്യക്ഷത്തിൽ പൊതുജനം തെറി പറഞ്ഞില്ല എങ്കിലും പൊതുജനങ്ങളുടെ മനസ്സിൽ ഒരു മോശം ഇമേജ് BJPക്ക് ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു. അതിൻ്റെയും ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. ഇല്ലാത്തടത്ത് മന്ത്രിസഭ ഉണ്ടാക്കുക, ഭൂരിപക്ഷമില്ലാത്തടത്ത് കുതിരക്കച്ചവടം നടത്തി മന്ത്രിസഭ ഉണ്ടാക്കുക, ഭൂരിപക്ഷമില്ലാത്തടത്ത് പണം കൊടുത്ത് രാഷ്ട്രീയ സ്വാധീനം കണ്ടെത്തുക, ഇതൊക്കെ കണ്ട് മറന്നില്ല ജനം, കേട്ട് മറന്നില്ല ജനം. അവരിതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നു. ആ പ്രതിഫലനം മനസ്സിലാക്കിയിട്ടാണ് നരേന്ദ്രമോദി അവസാനം ആത്മീയതയിലേക്കും മതത്തിലേക്കും ഒക്കെ ഇന്ത്യൻ ജനാധിപത്യ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തെ കൊണ്ടെത്തിച്ചത്. എന്തായാലും ഒന്ന് പറയാം, ജൂൺ 4 ഇന്ത്യയിൽ പുതിയൊരു രാഷ്ട്രീയ മാറ്റമുണ്ടാകും.
ആ രാഷ്ട്രീയ മാറ്റത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃനിരയിൽ എത്തുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടാകുക 285-നും 300-നും ഇടയ്ക്കുള്ള ഭൂരിപക്ഷം തെളിയിക്കുവാൻ രാഹുൽ ഗാന്ധിക്കും ഇന്ത്യ മുന്നണിക്കും കഴിയും. അങ്ങനെ ഇന്ത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇവിടെ മാധ്യമങ്ങളൊക്കെയും ചർച്ച ചെയ്യുന്നത്. അതിൽ ആ ഒരു വിലയിരുത്തലുകൾ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാകുന്നത് 285-നും 300-നും ഇടയ്ക്കുള്ള സീറ്റിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. അവിടെയും 200-നടുപ്പിച്ച് മാത്രം എത്തുന്ന BJP ഭൂരിപക്ഷമുണ്ടാക്കുവാൻ കുതിരക്കച്ചവടവും രാഷ്ട്രീയ നാടകങ്ങളും ഒക്കെ നടത്തുവാൻ അവരുടെ ആയുധമതാണല്ലോ, അതെടുത്ത് പ്രയോഗിക്കും എന്നുള്ള ഒരു മുൻകരുതൽ ഇന്ത്യ മുന്നണി നേതൃത്വത്തിന് ഉണ്ടായാൽ നന്നാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു കാലം. ജൂണിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 3 സീറ്റുകളിലേക്കാണ് ഉള്ളത്. പക്ഷേ ഇവിടെ പല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒക്കെ 2 സീറ്റുകൾ 3-ൽ 2 സീറ്റുകൾ സാധ്യതയുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ 2 സീറ്റുകളിൽ ഒന്ന് മറ്റൊരു പരിഗണനകളും നോക്കാതെ NCP എന്ന് പറയപ്പെടുന്ന ശരത് പവാർ നേതൃത്വം നൽകുന്ന NCP എന്ന ഘടകകക്ഷിക്ക് നൽകുന്നതായിരിക്കും ഈ പിണറായി സർക്കാരിൻ്റെ ബുദ്ധി എന്ന് ഞാൻ പറയും. കാരണം ദേശീയതലത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന ഇന്ത്യ മുന്നണി സർക്കാരിൽ NCPക്കും ശരത് പവാറിനുമൊക്കെ വളരെ നിർണായകമായ ഒരു ഭരണ പങ്കാളിത്തം നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ പിന്നെ സാധാരണഗതിയിൽ ഈ ഭരണ പങ്കാളിത്തത്തിൽ കടക്കാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന ഒരു പാരമ്പര്യമാണ് ഇടതുപക്ഷ കക്ഷികൾക്കുള്ളത്, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളത്. അവർ ആ നയം തന്നെ തുടർന്നും സ്വീകരിക്കുകയാണെങ്കിൽ NCPയുടെ ഇടതുപക്ഷ മുന്നണിയിൽ ഘടകകക്ഷിയായ ശ്രീ PC ചാക്കോ ഇവിടെ നേതൃത്വം നൽകുന്ന NCPയുടെ ഒരു പ്രതിനിധിക്ക് രാജ്യസഭയിലൂടെ കടന്നു പോകാൻ അവസരം നൽകിയാൽ അത് ഈ സംസ്ഥാനത്തിന് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഏറെ പ്രയോജനം ഈ സംസ്ഥാനത്ത് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. കാരണം NCPക്കും ശരത് പവാറിനുമൊക്കെ ഭരണപങ്കാളിത്തത്തിൽ അവകാശം ഉണ്ടായാൽ അതിൽ ഒരാളായി മാറാൻ ഒരു മന്ത്രി ചിലപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് NCPയിലൂടെ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ NCP ശരത് പവാർ വിഭാഗം, അതായത് ഇവിടെ കേരളത്തിൽ PC ചാക്കോ നേതൃത്വം നൽകുന്ന NCP-ന് ഒരു സീറ്റ് മറ്റൊന്നും പരിഗണിക്കാതെ നൽകുക. കാരണം അവർക്ക് NCPയെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് സീറ്റുകളിലൊന്നും അവർക്ക് മത്സരിക്കാൻ അവസരം കൊടുത്തിട്ടില്ല. ഇപ്പോഴത്തെ NCP-ൻ്റെ അവസ്ഥ തന്നെ വളരെ വ്യത്യസ്തമാണ്. കഴിഞ്ഞ 2021-ൽ പിണറായി സർക്കാരിൻ്റെ തുടർഭരണത്തിന് മുന്നോടിയായി അതിൻ്റേതായ ചലനങ്ങൾ ഉണ്ടാക്കി കടന്നു വന്നതിൽ ഒരാളായിരുന്നു ശ്രീ PC ചാക്കോ NCPയിലേക്ക്. അതിനുശേഷം കേരളത്തിൽ നല്ല ഒരു മാറ്റം, കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും കമ്മിറ്റിയും 14 ജില്ലാ കമ്മിറ്റികളും മറ്റൊരു പാർട്ടിക്കും മറ്റൊരു ഘടകകക്ഷികൾക്കും CPM-ഉം CPI-യും പോയിട്ട് മറ്റൊരു ഘടകകക്ഷികൾക്കും ഇല്ലാത്തത്ര സംസ്ഥാന അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തവും രാഷ്ട്രീയ പങ്കാളിത്തവും NCPയോട് കാട്ടുന്ന ഇടതുമുന്നണിയോട് കാട്ടുന്ന ഒരു പാർട്ടിയാണ് NCP. വളരെ സ്റ്റാർ പൊളിറ്റീഷ്യനാണ് ശ്രീ PC ചാക്കോ. അദ്ദേഹം 21-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ കേരള വ്യാപകമായി ഓടി നടന്ന് LDFൻ്റെ പ്രചാരകനായി വളരെ ശക്തമായ സാന്നിധ്യമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കാട്ടിയിട്ടുള്ളത്.
മാത്രമല്ല അദ്ദേഹവും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു 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 ബൗദ്ധിക തലമാണല്ലോ 1980 ഇടതുമുന്നണിയായിരുന്ന സി പി എം പ്രതിപക്ഷ സി പി എം പിന്നെ മുന്നണിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പേര് മാറ്റി സഖാവ് EMSുമായി സംസാരിച്ച് കോൺഗ്രസിൽ നിന്ന് AK ആന്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ, വയലാർ രവി പോലുള്ള ആളുകളെല്ലാം ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായപ്പോൾ അതിൻ്റെ ഒരു ഫൗണ്ടറി ഒരാൾ കൂടെയായിരുന്ന ആളാണ് ശ്രീ PC ചാക്കോ. അദ്ദേഹത്തിന് ഇടതുപക്ഷ രാഷ്ട്രീയം ഒരുപാട് അവകാശപ്പെടാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഇതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ പിന്നെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നമ്മുടെ കേരളത്തിൽ വളരെ പ്രയോജനം ചെയ്യണമെങ്കിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരണ പങ്കാളിത്തത്തിൽ ചേർന്നിട്ടില്ലാത്ത ഒരു കീഴ്വഴക്കം ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ NCP തീർച്ചയായും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ നിർണായക റോളെടുക്കുകയും ചില മന്ത്രിമാരെ നമുക്ക് കിട്ടുകയും ചെയ്താൽ കേരളത്തിൽ നിന്ന് ഒരു ആളിനെ രാജ്യസഭാ അംഗമാക്കി നമുക്ക് കടത്തിവിടാൻ കഴിഞ്ഞാൽ അദ്ദേഹം തീർച്ചയായും മന്ത്രിയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഉറപ്പായും കേരളത്തിൻ്റെ പുരോഗതിക്ക്, കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക്, കേരളത്തിൻ്റെ ഒരു അംബാസഡറായിട്ട് തന്നെ കേന്ദ്രമന്ത്രിസഭയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി മാറും. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മറ്റൊന്നും നോക്കാതെ NCPക്ക് ഒരവസരം നൽകണം എന്നാണ് എനിക്ക് ഈ ഇതിലൂടെ അഭ്യർത്ഥിക്കുവാനുള്ളത്. ജൂൺ 4 നമുക്ക് വിജയ ആഘോഷം നടത്താൻ കഴിയും. ജൂൺ 4 സുപ്രഭാതം നമ്മുടെ മനസ്സിൽ ഓളങ്ങൾ ഉണ്ടാക്കും, മനസ്സ് വളരെ സന്തോഷിപ്പിക്കുന്ന വാർത്തകളുമായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു.